ഓക്കെ ഗൈസ്, ഫോർമുല 1ന്റെ വീക്ക്ലി അപ്ഡേറ്റ്സിന്റെ വീഡിയോസ് നമ്മൾ കുറച്ചായിട്ട് ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ ഈ ഒരു വീക്കിലെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് അല്ലെങ്കിൽ വലിയൊരു ന്യൂസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റെഡ് ബുൾ ഫോർമുല 1 ടീമിന്റെ പഴയൊരു ടീം പ്രിൻസിപ്പൽ ഉണ്ടല്ലോ, ക്രിസ്ത്യൻ ഹോണർ കഴിഞ്ഞ വർഷം റെഡ് ബുൾ വിട്ട് പോയതാണ്. അപ്പം കുറേ കോൺട്രവേഴ്സീസും കാര്യങ്ങളൊക്കെ അതിന്റെ പുറകിലുണ്ട്. പക്ഷേ ഇന്നലെ വന്നൊരു ന്യൂസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആസ്റ്റൺ മാർട്ടിൻ ഫോർമുല 1 ടീമിലേക്ക് ക്രിസ്ത്യൻ ഹോണർ ജോയിൻ ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ സീസണിൽ തന്നെ ടീം പ്രിൻസിപ്പളായിട്ട് ക്രിസ്ത്യൻ ഹോണർ ജോയിൻ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ 2025 സീസൺ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് റേസസ് കഴിഞ്ഞപ്പോഴത്തേന് ഹോണറിനെ റെഡ് ബുൾ പുറത്താക്കിയായിരുന്നു. അപ്പോൾ അന്നത്തെ കാരണം എന്തായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 2024 സീസൺ അവസാനിക്കുന്ന ഒരു സമയത്ത് റെഡ് ബുൾ ടീമിലുണ്ടായിരുന്ന ഏതൊരു ഫീമെയിൽ സ്റ്റാഫുമായിട്ട് അപമര്യാദയായിട്ട് പെരുമാറി എന്നുള്ളതിനെ തുടർന്ന് FIA നടത്തിയ ഇൻവെസ്റ്റിഗേഷനിലാണ് പുള്ളിയെ പുറത്താക്കിയെന്നാണ് റെഡ് ബുൾ പറയുന്നത്. പക്ഷെ അതിൽ വേറെ കുറെ കോൺട്രവേഴ്സീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ മാക്സ് ഫെർസ്റ്റാപ്പന്റെ ഫാദർ ഇൻക്ലൂഡഡ് ആണെന്നും പുള്ളിയെ പുറത്താക്കാനായിട്ട് ഇവരെല്ലാം കൂടെ ഗൂഢാലോചന ചെയ്തതാണെന്നും ഒക്കെ കുറെ ന്യൂസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇവിടെ നിൽക്കട്ടെ. അപ്പം പുള്ളി കഴിഞ്ഞ സീസണിൽ റെഡ് ബുള്ളിൽ നിന്നും പുറത്തായി. പക്ഷേ ഈ സീസൺ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേന് അൽപൈൻ ഫോർമുല 1 ടീമിലേക്ക് തിരിച്ചു വരുന്നു, അതേപോലെ വീണ്ടും ആസ്റ്റൺ മാർട്ടിനിലേക്ക് തിരിച്ചു വരുന്നു കുറെ ന്യൂസ് ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ ഏറ്റവും ടോപ്പിലേക്ക് ഉണ്ടായിരുന്നത് അൽപൈനിലേക്ക് വരുന്നു എന്നുള്ളതായിരുന്നു. അൽപൈൻ്റെ ഒരു ഷെയർ മേടിച്ച് അങ്ങനെ ടീം പ്രിൻസിപ്പളായിട്ട് അൽപൈൻ ഫോർമുല 1 ടീമിലേക്ക് വരുന്നു എന്നുള്ള ന്യൂസ് ഉണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ഇടയിൽ ടോട്ടോ വോൾഫ് ഉണ്ടല്ലോ, മെഴ്സിഡസ് ഫോർമുല 1 ടീമിന്റെ ടീം പ്രിൻസിപ്പൾ, പുള്ളിയും ഈ ഒരു അൽപൈൻ ഫോർമുല 1 ടീമിന്റെ ആ ഒരു ഷെയർ മേടിക്കുന്നു എന്നും പറഞ്ഞ് അങ്ങനെ ഒരു ന്യൂസും വന്നു. അപ്പോൾ ഹോണറിനെ തിരിച്ചു കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി ഇവരെല്ലാവരും കൂടെ ഒരു ഗൂഢാലോചന പോലെ, ഒരു സ്കാൻഡൽ പോലെ വർക്ക് ചെയ്യുക. അപ്പോൾ ടോട്ടോ വോൾഫ് ക്രിസ്ത്യൻ ഹോണർ തിരിച്ചു വരുന്നതിന് എന്താ ഇത്രയും പേടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടോട്ടോ വോൾഫിനെ ചോദ്യം ചെയ്യുന്ന ഒരാൾ ക്രിസ്ത്യൻ ഹോണറാണ്. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഫോർമുല 1ന്റെ പ്രസ് മീറ്റിലാണെങ്കിലും അല്ലെങ്കിൽ മെഴ്സിഡസിന്റെ ഓരോ അപ്ഗ്രേഡ്സ് കൊണ്ടുവരുമ്പം മറ്റ് ടീംസൊക്കെ അത്ര വലിയ എതിർപ്പൊന്നും കാണിക്കുന്നില്ല. പക്ഷേ ഇയാൾ ക്രിസ്ത്യൻ ഹോണർ എപ്പോൾ ആണെങ്കിലും പുള്ളി തുറന്നടിച്ച പോലെ ചോദിക്കുന്നൊരു ആളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ടോട്ടോ വോൾഫിനും ക്രിസ്ത്യൻ ഹോണറിനെ എന്തോ പേടിയാന്ന് തോന്നുന്നു. അപ്പോൾ ഏതായാലും ആസ്റ്റൺ മാർട്ടിന്റെ ഓണർ ലോറൻസ് സ്ട്രോൾ പുള്ളി രണ്ടും കൽപ്പിച്ച് ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ഇൻവെസ്റ്റ് ചെയ്ത് അഡ്രിയാൻ ന്യൂയെ ടീമിൽ കൊണ്ടുവന്നു. പുതിയ വിൻഡ് ടണൽ ഫെസിലിറ്റി പണിതു. ഈ വർഷം ആസ്റ്റൺ മാർട്ടിൻ എന്തെങ്കിലും നേടണമെന്നുള്ള രീതിയിലാണ് ലോറൻസ് ഉള്ളത്. പുള്ളി രണ്ടും കൽപ്പിച്ചാണ് ഹോണറിനെ ടീമിൽ കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ക്രിസ്ത്യൻ ഹോണർ ആരുടെ മുഖത്ത് നോക്കിയും ആരും പേടിയില്ല. പുള്ളി ആരുടെ മുഖത്ത് നോക്കി എന്ത് വേണമെങ്കിലും പറയും. അതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് പുള്ളി അത്ര വലിയ ഇഷ്ടമില്ലാത്തത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? കമൻറ്റ് ചെയ്യൂ.